ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സാർ വെൽക്കം. ഗുഡ് മോർണിംഗ്. സാർ, ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 22,800 എന്നൊരു ലെവലും മറികടന്നുകൊണ്ട് ഒരു പക്ഷേ പല അനലിസ്റ്റുകളുടെയും ഒരു പ്രധാന റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കണക്കാക്കിയിരുന്നതായിരുന്നു 22,800. ആ ലെവലും മറികടന്നുകൊണ്ട് മുന്നേറാനായിട്ട് ആദ്യ മിനിറ്റുകളിൽ ഇപ്പോൾ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ പോസിറ്റീവ്, പക്ഷേ ഈ ഒരു വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ലഭിക്കുന്നതെന്ന് തോന്നുന്നു. സുനിത വില്യംസും അതിനോടൊപ്പം തന്നെ ബച്ച് വിൽമോറും വളരെ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 9 മാസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വളരെ സേഫായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു സന്തോഷം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ചന്ദ്രയാൻ 5 അനുമതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് മാത്രമാണ് ലഭിക്കുന്നത്. സാർ അനില, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ സുനിത വില്യംസിനെ ഇന്ത്യയിലോട്ട് ഇൻവൈറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ US പര്യടനത്തിന് സുനിത വില്യംസിനെ പേരൻസിനെയും അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അത് ആക്ച്വലി ഈ തിരിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ അനില, അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഈ ഓർബിറ്റിലേക്ക് അല്ല ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിലേക്ക് കയറൂല, ആ സ്പേസിൽ നിന്ന് വന്ന് ആ ഷട്ടിൽ അത് കയറുന്ന ആ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടി എന്നാണ്. അത് ആക്ച്വലി ഒരു ഫിസിക്സിനെയൊക്കെ സംബന്ധിച്ച് അതിന് ഒരു അൾട്ടിമേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഏതാണ്ട് എന്താ പറയുക, 22 times ദ സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ 22 ടൈംസിലാണ് അത് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത്. ഏതാണ്ട് 3500 ഡിഗ്രി ചൂട് അതിന് കൂടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. എന്തായാലും എല്ലാ ആശംസകളും ഏതായാലും നല്ല രീതിയിൽ തന്നെ ഒരു 9 മാസം നീണ്ടിട്ട യാത്രയ്ക്ക് ശേഷം, യാത്ര എന്ന് പറയാൻ പറ്റില്ല, അതിന് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണല്ലേ ഭൂമി എന്ന് പറയുന്നത് എന്ത് ചെറുതാണെന്നും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം അറിയാതെയോ ഒക്കെ. അപ്പോൾ ഇത് ഇന്നാൾ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, ഭൂമിയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ചന്ദ്രനിൽ നിന്നോ അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് നോക്കുമ്പോഴാണ് എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നോവൽ വരെ ഇറങ്ങിയിട്ടുണ്ട്, പല ബുക്സ് വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അഭിമാനകരമായിട്ടും അത് മാത്രമല്ല വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നൊരു വെനസ്ഡേ മോർണിംഗിൽ നമ്മൾ പറയാനുള്ളത്. വളരെ സന്തോഷം വന്നതിൽ തന്നെ തീർച്ചയായിട്ടും അത് സുനിത വില്യംസ് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുള്ളതിനെ നമുക്ക് കൂടുതൽ സന്തോഷവും ഇമ്പോർട്ടൻസും അതിന് തരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഇൻഡെക്സുകളിലേക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലത്തതിന് ആനുപാതികമായിട്ടുള്ള ഒരു പക്ഷേ 22,800 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സെക്ടേഴ്സിൽ നമുക്കൊരു നെഗറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും IT സെക്ടറിൽ ഒരു നെഗറ്റീവ് ടോൺ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ആ ഒരു നേട്ടത്തിൽ നിന്നൊക്കെ ഒരു നേരിയ തോതിലുള്ള ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഏകദേശം ഒരു 2% ഇടിവിലേക്ക് IT പോയിരിക്കുകയാണ്. ഒരു പക്ഷേ നിഫ്റ്റിയുടെ ആ ഒരു കൂടുതൽ ഹൈ ലെവൽസിലേക്ക് പോകാനുള്ള ഒരു യാത്രേനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും IT തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് സെക്ടേഴ്സിലൊക്കെ നമുക്കൊരു പോസിറ്റീവ് ടോൺ ആണ് കാണാൻ സാധിക്കുന്നത്. IT-യിൽ മാത്രമാണ് ഇത്രയധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റിനെ സംബന്ധിച്ചിട്ടും അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും 28 ഓഹരികളിൽ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 21 ഓഹരികളാണ് നിലവിൽ ഇടിവിലേക്ക് പോയിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, BPCL, NTPC, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികളാണ് ഇപ്പോൾ ഒരു നേട്ടം നിലനിർത്തിയിരിക്കുന്നത്. ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് ലൂസേഴ്സ് എല്ലാം തന്നെ IT മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ്. TCS, ഇൻഫോസിസ്, HCL ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളാണ് ടോപ്പ് ലൂസേഴ്സ്. സാർ, ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എല്ലാം സ്റ്റീൽ കമ്പനികളാണ് എന്നപ്പോൾ ഒരു മുന്നിട്ട് നിൽക്കുന്നത്. സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് ആണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്താനായിട്ട്. ഒരു പക്ഷേ ലോകം മുഴുവൻ ഒരു പ്രൊട്ടക്ഷനിസം പോളിസിയിലേക്ക് കൂടുതലായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പം US-ൻ്റെ കേസ് എടുക്കാൻ ട്രംപും പറയുന്നത് ഇതേ കേസ് തന്നെയാണ്. നമ്മൾ ഏറ്റവും അധികം വിമർശിക്കുന്നതും ഇത്തരത്തിൽ ഡ്യൂട്ടി ഏർപ്പെടുത്തുന്നതാണ്. അവിടെ തന്നെയാണ് ഇന്ത്യയും ഇപ്പോൾ ഇന്ത്യൻ സംരംഭങ്ങളെ പരിരക്ഷിക്കാനായിട്ട് ഇത്തരത്തിലൊരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടും. സാർ, എങ്ങനെയാണ് ആ ഒരു വാർത്തയോട് പ്രതികരിക്കുന്നത്? അല്ല, ഇപ്പോൾ രണ്ട് വശത്തും ഒരു ന്യൂസ് ഉണ്ടെന്നുള്ളത്. അതായത് ഇപ്പോൾ ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാരിഫ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വച്ചത് പ്രമാണിച്ച് കുറച്ച് മെറ്റൽസ് അല്ലെ, പ്രത്യേകിച്ച് സ്റ്റീൽ കമ്പനീസ് ആണ് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അതേസമയം ഇപ്പുറത്ത് വളരെ ബാഡ് പെർഫോമൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പെർഫോം ചെയ്യുന്നത് IT ആണ് അല്ലേ. ഇപ്പോൾ IT-യെ സംബന്ധിച്ച് ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ US-ൽ ഒരു റിസഷൻ വരികയാണെങ്കിൽ അവിടെയുള്ള കമ്പനീസ്, കാര്യം അവിടെയുള്ള കമ്പനീസ് ആണല്ലോ നമ്മുടെ IT കമ്പനീസിൻ്റെ മേജർ ക്ലയൻസ് എന്ന് പറയുന്നത്. ഈ ക്ലയൻസ് കൂടുതലും അവരുടെ IT സ്പെൻഡിങ് കുറച്ചേക്കാം. കാര്യം US റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ അവരവിടെ ക്യാഷ് കൺസർവ് ചെയ്ത് പുതിയ പ്രോജക്റ്റിലേക്ക് പോവില്ല എന്നുള്ളൊരു കൺസിഡറേഷനാണ് ഒന്നാമത്തെ റീസൺ നമ്മുടെ ഇന്ത്യൻ IT ക്ക് നെഗറ്റീവായിട്ട് വരാൻ.
രണ്ടാമത് നമ്മൾ കാണാതെ പോരുത്, അതായത് ഡീപ് സീക്കിന്റെ ആ വരവുണ്ടല്ലോ ചൈനയിൽ, അതോടുകൂടി ചൈന ഇപ്പം നമ്മൾ ഇത്രയും നാൾ ടെക്നോളജി അല്ലെങ്കിൽ IT ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ US ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ജയന്റ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് വേൾഡ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ട്രാൻസിഷനിൽ ചൈന ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്നുള്ളതും കൂടെ. അപ്പോൾ ഈ ചൈനയുടെ ഡീപ് സീക്ക് ഇൻവെൻഷനും രണ്ടാമത് US ഈ റിസഷൻ പ്രശ്നം കാരണം തന്നെയാണ് IT ഈ പ്രോബ്ലം വന്നതെന്നുള്ളത്. ബട്ട് ഒരു കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കരുത്, അതായത് ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ ഇൻഡസ്ട്രി ലീഡേഴ്സ് തന്നെയാണ്. അതായത് TCSനും ഇൻഫോസിസിനും വിപ്രോനും കോഗ്നിസന്റിനും HCLനും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാനും ഇന്നും അനിലയും ഞാനും ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊക്കെ അവർ ഫോഴ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടാവണം അല്ലേ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എത്രയോ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ഈ ടോപ്പ് 5 കമ്പനി, ഞാൻ ഈ മിഡ് ക്യാപ്പ് എന്നൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഇന്ത്യയിലുള്ള സോഫ്റ്റ്വെയർ കമ്പനീസ് എത്രയോ കമ്പനീസ് എത്രയോ നല്ല നല്ല പ്രോജക്ട്സുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിൽക്കണം. സിറ്റി ബാങ്കിന്റെ, അമേരിക്കൻ എക്സ്പ്രസിന്റെ, അല്ലെങ്കിൽ ഫോർഡിന്റെ, ടെസ്ലയുടെ ഒക്കെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ത്യ ഓൾറെഡി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തന്നെയുണ്ട് ഒരു വലിയൊരു കാശെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ചെയ്യേണ്ട ബാധ്യത ഈ സർവീസ് സെക്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതോടുകൂടി IT കമ്പനീസിൻ്റെ അവസാനമൊന്നുമില്ല. കാര്യം ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തറിയോ, ഇവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ പമ്പപ്പ് ചെയ്ത് ഒരു ഇമ്പോർട്ടിൻ്റെ ടാരിഫ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യണ സ്റ്റീൽ ഇൻഡസ്ട്രിയെക്കാളിലും ചീപ്പറായിട്ട് IT മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടെ ഇതിനകത്ത് ഒരു ട്രാൻസിഷൻ സ്റ്റേജ്. അതായത് നമുക്ക് എപ്പോഴാണ് ക്വാളിറ്റി, ഇപ്പോൾ TCS എന്നൊക്കെ പറയണല്ലോ, ക്യാഷ് മെഷീൻസ് ആണ്. ക്യാഷ് മെഷീൻസ് ഫോറക്സിൽ റവന്യൂ ഏൺ ചെയ്ത് എത്രയോ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി. ഇൻഫോസിസും TCSും വിപ്രോ ഒക്കെ ക്യാഷ് മെഷീൻസ് ആണ്. നമ്മളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസിൽ എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടെ മുൻനിര IT കമ്പനീസ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ കമ്പനികൾ നമുക്ക് ചീപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഇൻവെസ്റ്റർ ഇതിനെ കാണാൻ. മറ്റേ സൈഡിൽ സ്റ്റോക്കുകൾ മെറ്റൽ ഇൻഡെക്സിൽ കയറുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആർട്ടിഫിഷ്യലി ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി, എന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് ഈ കമ്മോഡിറ്റി കമ്പനീസ് അല്ലെങ്കിൽ സൈക്ലിക്കൽ കമ്പനീസ് അല്ലെങ്കിൽ PSU കമ്പനീസിനൊക്കെ ലോവർ വാല്യുവേഷൻ എപ്പോഴും കിട്ടുന്നത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി, അതൊരു ബാങ്കിൻ്റെ കേസിലായാലും ശരി, അല്ലെങ്കിൽ ഒരു ഡിഫൻസ് കമ്പനിയുടെ ശരിയായാലും പ്രൈവറ്റും PSU അല്ലെങ്കിൽ മെറ്റൽ കമ്പനീസും കൺസംഷൻ ഓറിയൻറ്റഡ് സ്റ്റോക്സും തമ്മിൽ എന്താണ് ഈ പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ വാല്യൂഷൻ ഡിഫറൻസ് വരുന്നതെന്നറിയോ? എപ്പോഴും ഈ മെറ്റൽ സ്റ്റോക്സ്, സൈക്ലിക്കൽ സ്റ്റോക്സ്, PSU കമ്പനീസ് ഇവരെല്ലാം ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ ജീവിക്കുന്നവരാണ്. ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ ബേബീസ് ആണ്. കാര്യം ദിസ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദ ഗവൺമെന്റ് ഡസ്. എന്താണ് ഒരു സർക്കാർ ചെയ്യുന്നത്, എന്താണ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്ലേവ്സ് ആയിട്ടാണ് ഈ കമ്പനിയും ഈ കമ്പനിയുടെ സ്റ്റോക്സും. അതേസമയം ഒരു പ്രൈവറ്റ് കമ്പനീസ് അങ്ങനെയല്ല. പ്രൈവറ്റ് കമ്പനീസ് പറഞ്ഞാൽ ഈ സ്റ്റീൽ കമ്പനീസും പ്രൈവറ്റ് കമ്പനീസ് ആട്ടോ, മെറ്റൽ കമ്പനീസും പ്രൈവറ്റ് കമ്പനീസാണ്. ബട്ട് സൈക്ലിക്കൽ ആൻഡ് കമ്മോഡിറ്റി സ്റ്റോക്സ്, PSU കമ്പനീസ്, ഗവൺമെൻറ് റൺ കമ്പനീസ് ഒക്കെ എന്നും ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട്, ജിയോ പൊളിറ്റിക്സും ജിയോ എക്കണോമിക്സും ലിങ്ക്ഡ് ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ അവരെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സൈക്ലിക്കൽ സ്റ്റോക്സിന് വാല്യുവേഷൻ പൊതുവെ കുറവ് കിട്ടാത്തത്. നമുക്കിപ്പോൾ അറിയാം, തീർച്ചയായിട്ടും US ഇമ്പോർട്ട് ടാരിഫ് അവർ കൂട്ടിയത് കാരണം തീർച്ചയായിട്ടും ചൈനയ്ക്കും അത് ബാധകമാണല്ലോ. അപ്പൊ ചൈന ഓവർ കപ്പാസിറ്റിയിൽ റൺ ചെയ്യുന്ന ഒരുപാട് മെറ്റൽ കമ്പോണൻസ് ഉണ്ട്. അത് സ്റ്റീൽ ആയാലും ശരി, സ്പെഷ്യലൈസ് സ്റ്റീൽ ആയാലും ശരി, അലോയ്സ് ആയാലും ശരി, അവരത് ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യുമെന്ന് പേടിച്ച് നമ്മൾ ഓൾറെഡി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോഴും എന്താ പറയുക, ഈ കോഴി മുട്ട വിരിയിക്കണ പോലെ നമ്മൾ അടച്ചു പിടിച്ചാണ് നമ്മൾ ഈ കമ്പനികളെയൊക്കെ സഹായിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കമ്പനീസ് ഒന്നും ശരിക്കും മെറ്റൽ കമോഡിറ്റി സൈക്കിൾസിലെ കമ്പനീസ് ഉണ്ടല്ലോ, ഇത് കൂടുതലും കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനീസ് ഒന്നും ശരിക്കും ഉള്ളൊരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ ടാരിഫൊക്കെ വെച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ലോങ്ങർ ടേമിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ മാനുഫാക്ചറേഴ്സും ഇന്ത്യൻ മെറ്റൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മെറ്റൽ റീസൈക്ലേഴ്സും പുതിയതായിട്ടൊരു മേഖല കണ്ടുപിടിച്ച് അവരുടേതായ ഒരു ഇൻഡിപെൻഡൻസിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും യൂണീക്നെസ്സും അവർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഏതായാലും സാർ, ഇന്നിപ്പോൾ നമുക്ക് നിഫ്റ്റി 22,800 മാറി കടന്നിരിക്കുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് അഹല്യ ഫിൻഫോറക്സിൻ്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ.
സർ, ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ 22,800 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് നല്ലൊരു മൊമെൻറ്റം നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ നിന്നൊരു നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുകയും ഇപ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ ഒരു സൈഡ് വേസ് ഒരു മൂവ്മെൻറ്റുമാണ് കാണുന്നത്. നിഫ്റ്റിയിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ അതോ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ടാണോ വിലയിരുത്തേണ്ടത്? ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമുക്ക് പറയാനായിട്ടില്ല. അഗൈൻ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ബട്ട് 22,800 എന്ന് പറയുന്നത് ഒരു ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ബട്ട് സൈക്കോളജിക്കലി അഗൈൻ 23 എന്ന് പറയുന്ന 23,000 എന്ന് പറയുന്ന ലെവലുണ്ട്. അവിടെ ബ്രേക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിത്ത് സപ്പോർട്ട് ഓഫ് ബാങ്ക്, അതേപോലെ തന്നെ മെറ്റൽ, ദെൻ ഓട്ടോ, ഈ 3 സെക്ടറും പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകി ഇതൊരു വലിയ ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു പാർട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 23,000 ലെവല് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നലെ എല്ലാം നമ്മൾ കണ്ടത് വളരെയധികം ഒരു പാർട്ടിസിപ്പേഷൻ ആണ്, ഒരു മാസ് പാർട്ടിസിപ്പേഷൻ എന്ന ലെവലിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓൾമോസ്റ്റ് ഓൾ സ്റ്റോക്സ് അല്ലെങ്കിൽ ഓൾ സെക്ടേഴ്സ് ഓൾമോസ്റ്റ് പെർഫോം ചെയ്തു. ദെൻ FIs ഒരു നെറ്റ് ബൈയിലേക്ക് വന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് FIs നെറ്റ് ബൈയിലേക്ക് വന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് ലെവൽ അറ്റ് ലോവർ ലെവൽ അല്ലെങ്കിൽ ഒരു ബോട്ടം പിക്കിംഗ് എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാണ് എന്നതാണ്. അതൊരു വലിയ സെന്റിമെന്റ് പോസിറ്റീവാണ്. ഇതൊരു സെന്റിമെന്റ് ആയിട്ട് നമുക്കത് പറയാം. കാരണം ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ സ്റ്റോക്കുകളിൽ കോൺഫിഡൻസ് ആണ്, ഇക്കോണമിക് കോൺഫിഡൻസ് ആണ്. ഓൺലി തിങ് ഈസ് വാല്യുവേഷൻ ബൈ. അത് മാത്രമേ ഇപ്പോ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവൽ ഇനി ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 22,600 എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു വലിയ മൂവ്മെന്റിന് ശേഷമുള്ള ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ആഫ്റ്റർനൂൺ സെക്കൻഡ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ഇതൊരു തിരിച്ച് ഒരു അഗൈൻ ഒരു ബൈങ് സോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 23,000 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് ഇൻഡെക്സ് ആയിരിക്കും ഇന്ന് പെർഫോം ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മെറ്റൽ സെക്ടർ, അതേ ഓട്ടോ സെക്ടറിൽ ഒരു സപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ ഒരു 3 സെക്ടേഴ്സിന്റെ ഒരു നല്ലൊരു സപ്പോർട്ടോടുകൂടി നിഫ്റ്റി അഗൈൻ റീഗെയിൻ ചെയ്യും. പോസിറ്റീവ് മൊമെന്റം തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 23,000 മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രിസൈസ് ആയി പറയുകയാണെങ്കിൽ 23,200 എന്ന ലെവലിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഏതായാലും അനിൽ സാർ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും 23,200 എന്നൊരു ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂരജ് സാറിലേക്ക് വരികയും സാർ ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിരിക്കേണ്ട എന്തെങ്കിലും പെക്യുലർ കാര്യങ്ങളുണ്ടോ? അതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്റ്റോക്സും അതിൻ്റെ മാനേജ്മെൻറ്റ്, ബിസിനസ്സുകളുടെ കമ്പനികളുടെ മാനേജ്മെൻറ്റ് സംസാരമൊക്കെ കണ്ടിട്ട് നല്ലൊരു മാനേജ്മെൻറ്റ് സംസാരം അനുസരിച്ച് ആ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് നെഗറ്റീവായിട്ടും നമ്മൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മളും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അല്ലേ. ഇന്നലെ രാജ്യസഭയിൽ നമ്മുടെ റെയിൽവേ മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി എന്നുള്ള ഒരു കോർപ്പറേറ്റ് CEO അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് എങ്ങനെ പറയുന്നു അതേ ഒരു രീതിയിലാണ് നമ്മുടെ മിനിസ്ട്രി ലെവലിൽ ആ ഒരു പ്രസൻറ്റേഷൻ രാജ്യസഭയിൽ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. അതായത് നമ്മളിപ്പോൾ പഴയതുപോലെ അല്ല, നമുക്ക് കിട്ടുന്ന റവന്യൂ കൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റെയിൽവേയിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് അഡ്വാൻസ്മെൻറ്റ് വന്നു, ഒരു ടിക്കറ്റിൻ്റെ കോസ്റ്റ് എത്ര. ഇൻഫാക്റ്റ് അവർ പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടിക്കറ്റ് റേറ്റ്സ് മറ്റുള്ള അയൽ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. ഈ അയൽ രാജ്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഈ സാർക്ക് കൺട്രീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ റെയിൽവേയുടെ ആ ഒരു ടിക്കറ്റിങ്ങിൻ്റെ പ്രൈസിന് ഏതാണ്ട് 47% സബ്സിഡി കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു കോസ്റ്റ് വരുന്നത് പെർ കിലോമീറ്ററിന് 1.38 റുപ്പീസാണ്. ₹1.38 എങ്ങാണ്ടാണ് അത് വരുന്നത് എന്നുള്ളത്. അതിൽ മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് വളരെ ചീപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അത് മാത്രമല്ല എന്തൊക്കെ ഗ്രോത്താണ് കാർഗോ ട്രാൻസ്പോർട്ടേഷനിൽ, കവചിൻ്റെ കാര്യത്തിൽ, റെയിൽവേ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കോച്ചസ് ഉണ്ടാക്കുന്നുണ്ട്, ബോഗീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം വ്യക്തവും വെടിപ്പായിട്ട് അദ്ദേഹം
പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇപ്പോൾ പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒപ്പോസിഷൻ ഒരു പ്രിവിലേജ് മോഷൻ മിനിസ്റ്റർക്ക് എഗെയിൻസ്റ്റ് കൊണ്ടുവരാം. മിനിസ്റ്റർ ചിലപ്പോൾ ആ കാരണത്താൽ തെറ്റായി ധരിപ്പിക്കുകയാണ്, പാർലമെന്റ് ധരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷനെ വരെ ലീഡ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബ്രേക്ക് നെക്ക് സ്പീഡിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. രണ്ടാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറയുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണല്ലോ നമ്മൾ ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പറയാറുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളത് വാച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് അത് കേദാർ നല്ലൊരു സ്റ്റഡി നടന്നു, കേദാർ പ്രഭുവിൻ്റെ ഒരു നല്ലൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൽ ഇന്നലെ ഇരുന്ന ഒരു ഡിസ്കഷനിൽ എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഈ CPI കാൽക്കുലേഷനിൽ നമ്മൾ ഈ പ്രഷ്യസ് മെറ്റൽസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡും സിൽവറും ഈ CPIയുടെ കമ്പോണന്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ആ ഇമ്പോർട്ടൻറ്റ് പാർട്ടാകുമ്പോൾ പ്രശ്നം വെച്ചാൽ ലാസ്റ്റ് കുറച്ച് കാലം കൊണ്ട് 40% ഇൻക്രീസ് ആണ് ഗോൾഡ് പ്രൈസസിൽ വന്നേക്കണേ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3.6%, അതായത് 40% ഒരു ഗോൾഡ് കയറുമ്പോൾ ഏതാണ്ട് 0.5% ഒരു ഡിഫറൻസ് ആണ് ആ ഇൻഫ്ലേഷൻ ഫിഗേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ 3.5, 3.6% എന്നൊക്കെ പറയുമ്പോൾ ഗോൾഡും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് വന്നേക്കണത് എന്നുള്ളത്. അപ്പോൾ അതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് RBI നമ്മുടെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കാലിബ്രേഷൻ ഇൻഫ്ലേഷനെ വേണ്ട രീതിയിൽ പിടിച്ചു കെട്ടുന്നില്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഗോൾഡിന്റെ ഒരു കമ്പോണന്റും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ 3.6% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ വിത്ത് ഗോൾഡ് ആണ്. US ആണെങ്കിലോ 3.2 to 3.5 CPI വിത്തൗട്ട് ഗോൾഡ്. അപ്പോൾ RBIയുടെ ഇൻഫ്ലേഷൻ മെക്കാനിസത്തിൽ ഈ ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് RBIയും മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ പല ഡിസ്കഷൻ പേപ്പേഴ്സിലും ഇൻ്റർവ്യൂസിലും മനസ്സിലാക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് ഇനി ഏപ്രിൽ വരാൻ പോകുന്ന മോണിറ്ററി പോളിസിയിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ UPI ട്രാൻസാക്ഷൻസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. അതിന് വലിയ ചാർജ് ഒന്നും ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഏതാണ്ട് 680 കോടിയാണ് നമ്മൾ ചിലവാക്കുന്നത്. 680 കോടിയാണ് ഈ ഒരു മെക്കാനിസം നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ചിലവാക്കുന്നത്. ഇത് എത്രത്തോളം സേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സാധാരണക്കിടയിൽ ആൾക്കാരുടെ ഇടയിലും ചെറിയ ട്രാൻസാക്ഷനും ആണല്ലോ നമ്മൾ ഈ പേയ്മെൻറ്റ്, ഈ UPI പേയ്മെൻറ്റ്സ് നമ്മൾ ഫോൺപേ ആയാലും GPay ആയാലും Paytm ആണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിൽ മറ്റേ പേയ്മെൻറ്റ് ഒക്കെ സിസ്റ്റം നോക്കുമ്പോൾ ചെറിയ ഡിനോമിനേഷൻ, ഈ ചെറിയ ഡിനോമിനേഷൻസ് പ്രിൻറ്റ് ചെയ്യാൻ മാത്രം 2300 കോടി രൂപയാണ് ഇന്ത്യയിൽ ഒരു കൊല്ലം. അപ്പോൾ ആ 2300 കോടി രൂപയുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഈ 680 കോടി നമ്മൾ സ്പെൻഡ് ചെയ്യണത് വലിയ മോശമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു റീസൺ കൊണ്ടായിരിക്കണം UPI ട്രാൻസാക്ഷൻ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് വെച്ചേക്കുന്നത്. പിന്നെ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം, നമ്മുടെ മേബാക്ക് എന്ന് പറഞ്ഞാൽ പ്രീമിയം ജർമ്മൻ ലക്ഷറി കാർ മേക്കർ മെർസിഡീസ് ബെൻസിൻ്റെ ടോപ്പ് ക്ലാസ് മോഡലാണ്. ഏതാണ്ട് അവരുടെ ഒരു കണക്കനുസരിച്ച് 1500 യൂണിറ്റാണ് അവർ ഇന്ത്യയിൽ വിറ്റുപോണത്. അപ്പോൾ അവർ പറയണത് ടോപ്പ് 5 മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് അവർ എന്താ പറയുക, ടോപ്പ് 5 മാർക്കറ്റിലേക്ക് അവർ വരുന്നു. അതായത് ഇപ്പോൾ ടോപ്പ് 10-ലാണ് മേബാക്ക് നിൽക്കുന്നത്. ഏറ്റവും വലിയ കൺട്രി എന്ന് പറയുന്നത് മേബാക്കിൻ്റെ കൺസ്യൂമർ ചൈന, ദെൻ കംസ് അമേരിക്ക, ദെൻ തേർഡ് ഈസ് യൂറോപ്യൻ നേഷൻസ്. ഇതാണ് അവരുടെ ടോപ്പ് 3. നമ്മളൊരു ടോപ്പ് 10-ലേക്ക് എത്തി 1500 സെയിൽസോടുകൂടി. ഇനി അത് അടുത്ത 3 കൊല്ലം 5 കൊല്ലം കൊണ്ട് നമ്മൾ ടോപ്പ് 5-ലേക്ക് കയറും മെയ്ബാക്ക് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ലക്ഷറി പർച്ചേസ് ഇന്ത്യയിൽ ഹാപ്പൻ ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ മാരിയറ്റിൻ്റെ ചീഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് എഗെയിൻ എന്താ, ഇന്ത്യ ടോപ്പ് 3 മാർക്കറ്റ് ആവാൻ പോവാണ് നെക്സ്റ്റ് 5 ഇയേഴ്സ്. അതായത് അത്രത്തോളം ഹോസ്പിറ്റാലിറ്റിയുടെ, അതായത് എയർപോർട്ട് കണക്ടിവിറ്റി ഉഡാൻ സ്കീമിലൊക്കെ വന്നല്ലോ. അതോടുകൂടി ഹോട്ടൽസിൻ്റെ പെനിട്രേഷൻ ഭയങ്കരമായിട്ട് പോവുകയാണ്. അതായത് ഹോട്ടൽസ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം എന്താ അറിയോ, ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് ഹോട്ടൽസിന് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആക്സസ് ടു ലോങ് ടേം ക്യാപിറ്റൽ അറ്റ് എ വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഇത് നമുക്ക് കിട്ടും. കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ മാഡം ഏതാണ്ട് 40 ലൊക്കേഷൻസിലെ ഹോട്ടലുകൾക്ക് ആ ഒരു ഫെസിലിറ്റി കൊടുത്തു, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുത്തു. എന്നാൽ കംപ്ലീറ്റ് ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് അത് വന്നിട്ടില്ല. ഹോപ്പ്ഫുള്ളി അത് വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് മാനേജ്മെൻറ്റുകളുടെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ടായിരിക്കണം മാരിയറ്റ് അവരുടെ എക്സ്പാൻഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് ടോപ്പ് 3-ലേക്ക് എത്താനുള്ള
എല്ലാ ഇതിലേക്കും, അതായത് ഇന്ത്യൻ ഹോട്ടൽസ്, അതായത് നമ്മുടെ താജ് ബ്രാൻഡിന്റെ ഒക്കെ കൂടെ പിടിക്കുന്ന രീതിയിലേക്ക് ടാറ്റ ഗ്രൂപ്പിലേക്ക് മാരിയിട്ട് വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ റാഡിസണും ഹിൽട്ടണും ഒക്കെ അവരുടെ ഇപ്പോൾ ഇന്നലെ 2 ദിവസം കൊണ്ട് ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് കവറേജും വന്നപ്പോൾ ഈ സ്റ്റോക്കുകൾ ഇതൊന്നും സ്റ്റോക്കിൽ ലിസ്റ്റഡ് അല്ല, ഐ എം സോറി പ്രേക്ഷകരെ ക്ഷമിക്കണം, ഈ ബിസിനസ്സുകളുടെയൊക്കെ എന്താ പറയുക ഒരു ഗ്രോത്തിനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ന്യൂസുകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു, അതായത് സെബി അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു മിത്ര എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം, അതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ ഡിസ്കഷനൊക്കെ ഉണ്ട്. ഈ മിത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ മ്യൂച്വൽ ഫണ്ട് കേട്ടോ, മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ മിത്രയുടെ പ്രത്യേകത ഇറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രേസിംഗ് ആൻഡ് റിട്രീവൽ അസിസ്റ്റന്റ്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ പലരും മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഇത് മേടിച്ചിട്ടിട്ട് മറന്നുപോകും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഇമെയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, മൊബൈൽ ചേഞ്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കളഞ്ഞുപോയി. ഇതെല്ലാം കളഞ്ഞുപോയ സ്ഥിതിക്ക് നമുക്കിത് എവിടെ നിന്ന് റിട്രീവ് ചെയ്യും? ഈ ലോസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, അല്ലെങ്കിൽ ആരുടെങ്കിലും മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അനന്തരാവശ്യങ്ങൾ ലീഗൽ ഹയർസിന് എങ്ങനെയാണ് അത് റിട്രീവ് ചെയ്യാം? ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവർ കളക്ട് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ, സ്റ്റോക്സിൽ തന്നെ അൺക്ലെയിംഡ് ഡിവിഡൻസ് ഇതെല്ലാം ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ ഈ പറയുന്ന പോലെ ഈ മിത്ര കൊണ്ടുവരുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതൊരു 3-4 മാസം കൊണ്ട് അതൊരു പ്രാവർത്തികമായിട്ട് വരും, ഒരു ഫുൾ ടൈം ആയിട്ട്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അത് യൂസ് ചെയ്യാം. അതിൽ കൂടെ നിങ്ങളുടെ ലോസ് സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ വക കുറച്ച് കാര്യങ്ങൾ കൂടെ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ അറിയിക്കണം എന്ന് വിചാരിച്ചാണ് ഇതൊന്ന് നമ്മൾ ഇൻവെസ്റ്ററിന്റെ മുന്നിൽ ഇത് വെച്ചത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. അനീഷ് സർ കേൾക്കാമോ? സർ, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ ആ ഒരു മൊമെന്റും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നും ഏകദേശം 49,426 എന്നൊരു നിലയിൽ ഏകദേശം ഒരു 100 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ്, ഒരു ഫ്ലാറ്റിഷ് ടോണിൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ അഡ്വാൻസ് വിക്ലിൻ റേഷ്യോ പരിശോധിക്കുമ്പോഴേക്കും ഭൂരിഭാഗം ഓഹരികളിലും ഒരു പോസിറ്റീവ് ടോൺ ആണ്. അതായത് 12 ഓഹരികളിൽ നിലവിൽ 12 ഓഹരികളും പോസിറ്റീവ്, ഒരു ഓഹരി പോലും ഒരു നെഗറ്റീവ് ടോണിലേക്ക് ഇന്നിപ്പോൾ നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്കിലുള്ള ഈ ഒരു മൂവ്മെന്റിന്റെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? തീർച്ചയായും ഞാൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ട്രേഡിൽ പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വലിയൊരു മൂവ്മെന്റ്സിന്റെ ശേഷമുള്ള ഒരു ചെറിയ റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടാൽ മതി. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് മൊമെന്റം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഏകദേശം ഒരു 50,000 അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത, അതിന് മുകളിലും പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എറൗണ്ട് ഈ 49,200 എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ മുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. തീർച്ചയായിട്ടും ഒരു ചെറിയൊരു സൈഡ് മൂവ്മെന്റ്സ് വന്നാൽ പോലും എനിക്ക് തോന്നുന്ന ഒരു സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ട്രേഡ് പുരോഗമിക്കുന്നതോടുകൂടി നമ്മുടെ ബാങ്ക്സ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കും ഇന്നത്തെ നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രതീക്ഷയാവുന്നത് മെറ്റൽ ഇൻഡെക്സും അത് ഓട്ടോയുമാണ്. ഓട്ടോയിലും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെയും ചില ഓട്ടോ കമ്പനികളിൽ പെർഫോം ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് പറയാവുന്നത് ഒരു 49,000 തന്നെയാണ്. ആ 49,000 49,200 എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ ഇടയ്ക്ക് നല്ലൊരു റെസ്റ്റിംഗ് പോയിന്റ് ആയിരിക്കും ഇൻട്രാഡേ ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. then ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 51,000 ആണ്. 51,000ലേക്ക് പോകാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ്ലി ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ SBIയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. SBI സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കൊരു കൺസോളിഡേറ്റഡ് പാറ്റേണിലാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് മുന്നത്തെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും ഇപ്പോൾ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ വലിയൊരു മൂവ്മെന്റ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് SBIയിൽ ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. SBI ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായും ഇന്നലെ അതൊരു വലിയ പോസിറ്റീവ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു പോസിറ്റീവ് പാറ്റേൺസ് ആണ് SBI ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് നിൽക്കുന്നു. എബോ 740 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സോണാണ്. 770 ഒരു 775 വരെയൊക്കെ പോകാനുള്ള ഒരു മൂവ്മെന്റ്സ് ഇതിനുണ്ട്. അതിന്റെ ഒരു പവർ ഉണ്ട്. തീർച്ചയായിട്ടും അത് ഇൻട്രാഡേ തന്നെ ഇന്ന് തന്നെ അത് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഒരു 800 എന്ന് പറയുന്നതാണ് ഒരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലെവൽ. ദെൻ നമുക്കിപ്പോ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 720 724 ലെവലിൽ നമുക്ക് റെസ്റ്റിംഗ് പോയിന്റ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇത് പ്രത്യേകിച്ച് PSU ബാങ്കുകളിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിൽക്കുന്നുണ്ട്.
അത് തുടർന്നും അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 770 ഇമീഡിയറ്റ്, അതായത് ഇന്റർഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വാച്ച് ചെയ്യുന്ന ഒരു ലെവൽസ് ആണ്. അതേപോലെ തന്നെ 800 ലെവലിലേക്ക് ഈ ബാങ്കിന്റെ SBI മൂവ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ന്യൂസുകൾ അടുത്ത മാസങ്ങളിലേക്ക് വരാനുണ്ട് ബാങ്കിനെ സംബന്ധിച്ച്. അത് ആൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എല്ലാ പോയിന്റ് ഓഫ് വ്യൂ കൊണ്ട് നമ്മളുടെ SBI ഒരു ലീഡിംഗ് ബാങ്ക് ഇന്ന് ഇന്റർഡേ പോയിന്റിൽ ലീഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സൂരജ് സാറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, സൂരജ് സാർ ഇന്നിപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ നമുക്ക് പൊതുവെ 12 ഓഹരികളും ഒരു പോസിറ്റീവ് ടോണിലാണ് നിലനിൽക്കുന്നത്. ഒരു ഫണ്ടമെന്റൽ അനലിസ്റ്റ് എന്ന നിലയിൽ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അപ്ഡേഷൻസ് തരാനുണ്ടോ? അനില, ഇതിൽ ബാങ്കിങ് മേഖലയിൽ ഇപ്പം നമുക്കറിയാലോ, കഴിഞ്ഞ മോണിറ്ററി പോളിസിയിൽ നമുക്ക് 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റിഡക്ഷൻ RBI തന്നിട്ടുണ്ട്. ഇനി വരാകുമ്പോൾ 25 ബേസിസ് പോയിന്റ്സും കൂടെ വരും എന്ന പ്രതീക്ഷയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ഇമീഡിയറ്റ് എഫക്റ്റ് എന്താ അറിയും? ഇപ്പം ബാങ്ക് കയറി നിൽക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. ബട്ട് ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്താ? ഇപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്താ ചെയ്യുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റുകാരിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നു. ആ ഡെപ്പോസിറ്റുകാർക്ക് 6.5%, 7% കൊടുക്കുന്നു. അത് എവിടുന്ന് കൊടുക്കുന്നു? ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് സ്വരൂപിക്കുന്ന പൈസ എടുത്ത് നമ്മൾ ലോൺ കൊടുക്കുന്നു. 11%, 12%, 13% ലോൺ കൊടുക്കുന്നു. ആ ലോൺ കൊടുത്തിട്ട് ആ ലോണിൽ നിന്ന് കിട്ടുന്ന 12%-ൽ നിന്ന് 7% അല്ലെങ്കിൽ 6% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാക്കി കിട്ടുന്നതാണ് നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് RBIയുടെ മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ വരുമ്പോൾ ജനങ്ങൾ എടുത്തിരിക്കുന്ന ലോണ്, ഫ്ലോട്ടിംഗ് റേറ്റിൽ വരുന്ന ലോണുകൾ ഇമ്മീഡിയറ്റ്ലി അതിൽ റിഡക്ഷൻ വരും. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഇനിയിപ്പോൾ ഡെപ്റ്റ് പേ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി വരികയും, എന്നാൽ ഡെപ്പോസിറ്റേഴ്സ് നമ്മൾ 1 കൊല്ലത്തേക്കും 2 കൊല്ലത്തേക്കും 3 കൊല്ലത്തേക്കും ലോക്കിനായിട്ട് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് ആ ട്രാൻസ്മിഷൻ നടക്കില്ല. അപ്പോൾ ഒരു ലാപ്സ്, അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറിയൊരു കോൺട്രാക്ഷൻ ബാങ്ക്സിലേക്ക് വരും. ഓക്കെ, പക്ഷേ ഇതൊരു 4 മാസം 5 മാസം ഒരു 2 ക്വാർട്ടറോട് കൂടി സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഒരു ബാങ്കിങ് സ്റ്റോക്സിൻ്റെ ഒരു നല്ലൊരു റാലി തുടങ്ങുന്നത്. അത് കൂടുതലും അത് ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണെന്നറിയോ, 10-25 കൊല്ലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം അത് NBFCയിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഇത് ഏറ്റവും കൂടുതൽ NBFCയിൽ റിഫ്ലക്ട്. കാര്യം NBFC കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ NBFCയിൽ അത് ഫസ്റ്റ് അടിക്കും. പിന്നെ നന്നായിട്ട് അടിക്കുന്നത് പ്രൈവറ്റ് ബാങ്ക്സിലാണ്. പിന്നെ അതിൻ്റെ ബെനിഫിഷ്യറി വരുന്ന PSU ബാങ്ക്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലേക്കാണ് ബാങ്കിങ് മേഖലയിൽ ആ ചേഞ്ചസ് വരുന്നതെന്നുള്ള ഇൻവെസ്റ്റർ കണ്ടുവയ്ക്കണം. അതിൻ്റെ കൂടെ ചേർത്ത് ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ചില ബ്രോക്കറേജ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ, നമ്മൾ ഇൻഡസ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുകയല്ല, അതിൽ പല ഇഷ്യൂസും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പൊതുവേ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വഭാവം എന്നറിയോ, അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടി, പെട്ടെന്ന് കയറുമ്പോഴത്തേക്കും അത് കയറി മേടിക്കാം എന്നുള്ള. നമ്മൾ ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ന്യൂസുകൾ അങ്ങോട്ട് സത്യാവസ്ഥ ആവണമെന്നൊന്നുമില്ല കേട്ടോ. റൂമേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഷെയർസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട്. ഇപ്പം അവർ പറയുന്നത് വെച്ചാൽ, ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് വായിച്ചെന്ന് വെച്ചാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അവർ ഓവർ സ്റ്റേറ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു. നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മളിപ്പോൾ 2 ദിവസം പറഞ്ഞു വെച്ചാൽ എന്താ, ആ സ്റ്റോക്ക് ഒരു 5%, 6%, 7% കയറി. എന്തുകൊണ്ടാണ്? RBI അഷ്യൂർ ചെയ്തു, കറക്റ്റാണ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഒക്കെ കറക്റ്റാണ്, അത് ശരിയാണ്, അത് എക്സിക്യൂട്ടീവ്. അപ്പോൾ അതുമല്ല, പ്രൊമോട്ടർ പറഞ്ഞു ഞങ്ങൾ 15%-ൽ നിന്ന് 26% ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. അതിന് RBI അപ്രൂവൽ കിട്ടി. ബട്ട് ഫൈനൽ റെഗുലേഷൻസിനും ഒരു ചെറിയ ഫോർമാലിറ്റീസും കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തയ്യാറാണ്. ഈ പോസിറ്റിവിറ്റി മാത്രം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പുറകെ നമ്മൾ നോക്കുന്നത്. എന്നാൽ വേറൊരു റിപ്പോർട്ട് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അവർ എന്താ പറയുക, ഓവർ സ്റ്റേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള. ഇപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസ് ഇത് ശരിയാവണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഇത് ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല. ബട്ട് ഒരു മോശ സമയമായി നിൽക്കുമ്പോൾ ഒരുപാട് ഇതേപോലെ റൂമേഴ്സും ന്യൂസും വന്ന് കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇപ്പോൾ ഒരു കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് തോന്നും. കാര്യം ഫോളിംഗ് നൈഫിലല്ല നമ്മൾ ഉണ്ടാകും. മേ ബി ഇത് നന്നായി പൊക്കോട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒരു പേഷ്യൻസ് ആവശ്യമാണ്, ഒരു റാഷണാലിറ്റി. അതായത് ഈ ഇന്റലിജൻസും ഈ പറയുന്ന പോലെ കോമൺ സെൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ആവശ്യം ഒരു റാഷണലോടുകൂടി കോമൺ സെൻസോടുകൂടി ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നീഷ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. സാർ, ഇപ്പോൾ നമ്മുടെ സുരേഷ് സാർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസ്ഇൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ ഒരു കഴിഞ്ഞ വീക്കിൽ ഏറ്റവും അധികം നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയ ഒരു സ്റ്റോക്കായിരുന്നു ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികൾ എന്ന് പറയുന്നതും. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വലിയ മൂവ്മെന്റ്സിന് ശേഷമുള്ള ഷോർട്ട് കവറിംഗ് ആയിട്ടാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. ഇനി അത് ന്യൂസ് വരുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് അതിൽ റിഫ്ലക്ഷൻ വരാൻ പോകുന്നത്. ദെൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം, എപ്പോഴും റൂമേഴ്സില് ബൈ ഓൺ റൂമേഴ്സ് എന്നാണ് പറയുന്നത്. റൂമേഴ്സിൽ ബൈ ചെയ്യുക, സെൽ ഓൺ ന്യൂസ് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ന്യൂസുകൾ പുറത്തു വരുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാനുള്ള ഒരു
കറേജ് ആണ് വേണ്ടത്. ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 600 ലെവലിലേക്ക് അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. വെരി ഷോർട്ട് ടൈം പോയിന്റിലേക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 695, 97, 96, 97 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 700 ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് ദിവസങ്ങളിൽ അത് പോസിറ്റീവ് ആയിരുന്നു. ഷോർട്ട് കവറിംഗ് ആണ്. ഇപ്പൊ F&O ബാൻ ആണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ട്രെൻഡ് റിവേഴ്സലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് കവറിംഗ് ആണ്. അത് അവിടെ നിന്ന് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള സാധ്യതയാണ് ഞാനിപ്പോ കാണുന്നത്. അറൌണ്ട് 600 ആ ലെവലിൽ തന്നെയാണ് നമുക്കിപ്പോൾ സപ്പോർട്ട് പറയാൻ പറ്റുന്നത്. റെസിസ്റ്റൻസിൽ 720, 740 ലെവലിലാണ് റെസിസ്റ്റൻസ്. ബട്ട് അഗെയിൻ ഒരു വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു വാച്ച് ആയിരിക്കും അതിൽ നല്ലത്. വെയിറ്റ് ചെയ്യുക. ബൈ ചെയ്യാനുള്ള ഒരു അവസരം വളരെ ലോവർ ലെവലിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സൂരജ് സാറിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഓൾറെഡി ഇൻഡസ്ഇൻഡ് ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ മറ്റേതെങ്കിലും സ്റ്റോക്സും അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് സാറിൻ്റെ ഭാഗത്തുണ്ടോ? അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ റിസർച്ച് ഡെസ്കിലെ സഫ്വാനും റമീസും ഈ പിക്ക് ആൻഡ് ഷോവൽ തീമിനെ കുറിച്ച് ഇന്നലെ ഒരു ചെറിയൊരു ഒരു ആർട്ടിക്കിൾ അവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്തിരുന്നു. അതായത് പിക്ക് ആൻഡ് ഷോവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീം എന്താണെന്നറിയോ? അതായത് നമ്മൾ നേരിട്ടൊരു ഇൻഡസ്ട്രിയെ നമ്മൾ അതിലെ സ്റ്റോക്സിലെ നോക്കാതെ അതിന് സപ്ലയറായിട്ട് വരുന്ന ഇൻഡസ്ട്രീസിൽ പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു തീമാണ്. അതായത് ഇൻഡയറക്ട്ലി ആ ഇൻഡസ്ട്രിയെ പ്ലേ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ ഈ 19th സെഞ്ച്വറിയിലൊക്കെ അമേരിക്കയിൽ ഒരു ഗോൾഡ് റഷ് ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഭൂമിയുടെ അടിയിൽ ഗോൾഡ് ഉണ്ട്. ചെന്ന് ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കിട്ടുന്നു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാവരും ഈ ഗോൾഡ് ഡിഗ് ചെയ്യാനായിട്ട് പോയ ഒരു കഥയുണ്ട്. അത് ശരിക്കും നടന്നതുമാണ്. അതായത് അതിലേക്ക് പോയി ഗോൾഡ് അവസാനം ഡിഗ് ചെയ്ത് വന്നപ്പം അത്രയ്ക്ക് ഗോൾഡൊന്നും ആർക്കും കിട്ടിയില്ല. ബട്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഈ ഷവൽസും പിക്കാക്സും ഒക്കെ വിറ്റ കമ്പനിയായിരുന്നു. അവരുടെ സ്റ്റോക്സ് ആണ് നന്നായിട്ട് കയറിയതെന്ന് നമ്മളിങ്ങനെ ലിറ്ററലി നമ്മളൊരു ഫിലോസഫിക്കലായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കൂടെ ഉയർന്നു വന്ന ഒരു കമ്പനിയാണ് ലിവൈ സ്ട്രോസ്. നമ്മൾ ആ ജീൻസ് ഈ മൈനിങ്ങിനും അല്ലെങ്കിൽ ഈ ഗോൾഡ് ഡിഗിങ്ങിനും ഒക്കെ യൂസ് ചെയ്താണ് അങ്ങനെ പൊങ്ങി വന്നത്. അതാണ് ഈ പിക്ക് ആൻഡ് ഷോവൽ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ നിന്നായിരിക്കില്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഗൺസ് അല്ലെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ അറ്റയേഴ്സ് ഇങ്ങനത്തെ കാര്യത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിക്ക് ആൻഡ് ഷോവൽ തീം എന്ന് പറയുന്നത്. അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ സഫ്വാനും റമീസും നടത്തിയൊരു സ്റ്റഡിയിൽ അതായത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് 15,000 ATMs ഓൾ അറൗണ്ട് ഇന്ത്യ അവർക്കുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഈ ബാങ്കുകൾ ATMs എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നറിയോ? അവർ ഇതൊരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ലീസ് ചെയ്യണം. തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ജോലി എന്താണ്? അതിനൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ലീസിങ് ചെയ്യുക, അതിൻ്റെ മെഷീൻസ് പ്രൊക്യൂർ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിനകത്തുനിന്ന് അതിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ചെയ്യുക, പിന്നെ അതിൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബാങ്ക് എന്താ ചെയ്യുന്നത്? അവരെ ലേബൽ കൊണ്ടൊന്ന് ഒട്ടിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ ഇപ്പോൾ ആക്സസ് ആണെങ്കിൽ ആക്സസ്, അല്ലെങ്കിൽ HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക്. ഇങ്ങനെയാണ് അതിനകത്ത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്തത്. നമ്മൾ അതിനെ പറയണത് എന്തെന്നറിയോ? ബ്രൗൺ ലേബൽ ATMs എന്നാണ്. ബ്രൗൺ ലേബൽ ATM അതായത് വേറെ ആരെയോ ഓപ്പറേറ്റ് ചെയ്യുന്ന ATMൽ നമ്മൾ നമ്മുടെ ലേബൽ കൊണ്ട് ഒട്ടിച്ച് ഇങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിൽ ഈ 15,000 ATMs ഉള്ളതിൽ 3,500 തൊട്ട് 4,000 വരെ അവർക്ക് മാനേജ് ചെയ്തത് AGS ട്രാൻസാക്ഷൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയാണ്. ഈ AGS ട്രാൻസാക്ഷൻ ടെക്നോളജീസ് ഈ അടുത്ത കാലത്ത് അവർക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു. അപ്പോൾ ആക്സിസ് ബാങ്ക് അവരായിട്ടുള്ള ഒരു അസോസിയേഷൻ നിർത്തിയിട്ട് ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരിക്കലും ഈ AGS എന്ന് പറയുന്ന കമ്പനി 75,000 ATMs ക്യാഷ് റീസൈക്കിളേഴ്സും അങ്ങനെയാണ് പറയുന്നത്. ATMs ആൻഡ് ക്യാഷ് റീസൈക്കിളേഴ്സ്, ക്യാഷും കൂടെ റീസൈക്കിൾ ചെയ്യുന്ന മെഷീനാണ് ഒരു ATM എന്ന് പറയുന്നത്. ആ 75,000 ATMs മാനേജ് ചെയ്യുന്ന കമ്പനി ഇപ്പോൾ ഏതാണ്ട് 30,000 ATMs മാനേജ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പേ ഈ AGSന്റെ റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 2024 1,470 കോടിയായിരുന്നു. ഇപ്പോൾ ഈ 9 മാസം കൊണ്ട് 24-25 ഒരു 9 മാസം കൊണ്ട് 900 crores റവന്യൂ ആണ് അവർക്ക് വന്നേക്കുന്നത്. ഇവർക്കൊരു ഡ്യൂസിൻ്റെ ഡിഫോൾട്ടുണ്ട് 720 കോടിയുടെ. ഈ ഡിഫോൾട്ട് കാരണം അതിൻ്റെ പേയ്മെൻറ്റ്സ്, അതായത് പേയ്മെൻറ്റ് ഓബ്ലിഗേഷൻ്റെ ഇത് കുറഞ്ഞു എന്ന് ക്രെഡിറ്റ് ഏജൻസീസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസോൾവൻസിയിലേക്ക് ഇത് പോകണം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഓലയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ ഇൻസോൾവൻസിയിലേക്ക് പോകണം എന്നുള്ളതാണ്. ഒരു കാര്യം സത്യം തന്നെയാണ്, AGS ട്രാൻസാക്ട് ടെക്നോളജീസിൻ്റെ ഫിനാൻഷ്യൽസിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ആക്സിസ് ബാങ്ക് അവരുടെ ഏതാണ്ട് ഒരു 3,500 തൊട്ട് 4,000 ATMs അവരിൽ നിന്നും മാറ്റാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിക്ക് ആൻഡ് ഷോവലിൻ്റെ രസം എന്താണെന്നറിയോ?
ഇത് ഇൻവെസ്റ്ററിനോട് പ്രത്യേകം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്ത് ഇതൊരു സോളിസിറ്റിങ്ങും അല്ല, ഇതൊരു റെക്കമെൻഡേഷനും അല്ല, ഇതൊരു അഡ്വൈസും അല്ല. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കണ്ടോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റിനെ കണ്ടോ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ. ഇത് ഞങ്ങൾ ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് വേണ്ടി പറയുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് സഫ്വാനും റമീസും പറയുന്നത് വെച്ചാൽ ഇത് ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ ഈ നമ്മൾ പറയുന്നത് ബ്രൗൺ ലേബൽ ATM എന്നാണല്ലോ. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? ആക്സിസ് ബാങ്ക് ഈ AGS ആയിട്ടുള്ള ഒരു കരാറ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി? ഒരു സ്മോൾ ക്യാപ് കമ്പനിയായ CMS ഇൻഫോസിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ CMS ഇൻഫോസിസ്റ്റം ഇതേ പരിപാടി തന്നെയാണ് ചെയ്യണേ. അവരുടെ 60% റവന്യൂവും ഈ ATM മാനേജ്മെൻറ്റിൽ കൂടിയാണ്. ബാക്കി 40% മാനേജ് സർവീസസും ടെക്നോളജി സർവീസസിൽ കൂടെയാണ് അവർ ഏൺ ചെയ്യുന്നത്. അവരാണെങ്കിലോ ഇപ്പം ഏതാണ്ട് 72,000 ATMസും റീസൈക്കിളേഴ്സും മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവർ. റൈറ്റ്. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 7,000 കോടി, 7,100 7,200 കോടിക്ക് അടുത്തെങ്ങാണ്ടാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരാനുള്ള സാധ്യത. ഏതാണ്ട് 441 ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ. അതിൻ്റെ PE 20% താഴെ, 20 താഴെ, ഒരു 19 PE-യിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും ഉള്ള കമ്പനിയാണ്. അതായത് ക്ലീൻലി മാനേജ്ഡ് കമ്പനിയാണ്. അതുമാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെ 365 കോടിയുണ്ട്. മനസ്സിലായി? ഇതിൻ്റെ ഹൈ ഏതാണ്ട് 616 രൂപയും ലോ ഏതാണ്ട് 375 രൂപയും പോയിട്ടുണ്ട്. ഈ CMS ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി 2024 2265 കോടിയുടെ റവന്യൂ ആണ് അത് നേടിയിരിക്കുന്നത്. രണ്ടാമത് ഈ 9 മാസം കൊണ്ട് അതെ 9 മാസം എന്നല്ല, അതിന് കമ്പനി പ്രൊജക്റ്റ് ചെയ്യണം എത്രയെന്നറിയോ? ഈ കൊല്ലം 2025 അവസാനിക്കുമ്പോൾ 2,600 കോടി ടേൺ ഓവർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എക്സ്പെക്ടേഷൻ. അപ്പോൾ സഫ്വാനും റമീസിൻ്റെയും ഒരു സ്റ്റഡി എന്താ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിക്ക് ആൻഡ് ഷോവൽ തീമുണ്ട്. അതായത് വൺ മാൻസ് ലോസ് ഇസ് അനദർ മാൻസ് ഗെയിൻ. അപ്പോൾ ഈ മറ്റേ കമ്പനിയുടെ ഈ AGS ട്രാൻസാക്ട് ടെക്നോളജീസിൻ്റെ ആ ഒരു പ്രോബ്ലം എവിടെയായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ബാങ്ക് അഡ്രസ്സ് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് കമ്പനിക്കായിരിക്കും അത് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് CMS ഇൻഫോസിസ്റ്റം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യരുത്, എന്നാലും വളരെ ക്ലീൻലി മാനേജ്ഡ് ഒരു കമ്പനിയാണ്, അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ടോപ്പിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. റമീസിനും ഈ പറഞ്ഞ പോലെ സഫ്വാനും നന്ദി. അതൊരു നല്ലൊരു സ്റ്റഡി ആയിട്ട് തന്നെ ഞാൻ കണക്കാക്കപ്പെടുന്നു. അനീസ് സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സർ ഇപ്പം ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് നമ്മളിപ്പോൾ CMS ഇൻഫോസിസ്റ്റത്തിനെ കണക്കാക്കിയിരിക്കുന്നത്. ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയാണ് CMS ഇൻഫോസിസ്റ്റത്തിനെ വിലയിരുത്തുന്നത്? നമ്മളെ സുരജി പറഞ്ഞത് വളരെയധികം ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ബട്ട് അതിന്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ മാർക്കറ്റിൽ ഉള്ള സെന്റിമെന്റ് തന്നെയാണ്. അതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് അതായത് 2 months ആയിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ 440 ഒരു 400-440 ലെവലിലേക്ക് കൺസോൾട്ടേഷൻ നടക്കുന്നു. ബട്ട് അത് ഇപ്പോഴും നമ്മളെ കമന്റ് ചെയ്യാനായിട്ട് ആയിട്ടില്ല. എന്റെ ഇതിൽ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോക്സിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. 400 and 475 എന്നുള്ള ലെവലിലേക്കാണ് ഈ സ്റ്റോക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഐതർ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 475 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വിത്ത് വോളിയംസോടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സോൺ ആയിരിക്കും വരുന്നത്. അതിന് ബാക്കപ്പ് ചെയ്യുന്ന ന്യൂസുകളാണെങ്കിൽ വളരെ നല്ല മൂവ്മെന്റ്സും ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ച് അത് വെയിറ്റ് ചെയ്യുക. 475 and 400 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസ് ആണ്. ഇപ്പോൾ അതിൽ കുറച്ച് വോളിയംസ് കുറവുണ്ട്. അത് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എനിവേ ഇതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് കൊണ്ട് ഒരു വാച്ചിങ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ച് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഐദർ മൂവ്മെന്റ്സ് 2 സൈഡിലേക്ക് മൂവ്മെന്റ്സ് വന്നാലും അത് വെയിറ്റ് ചെയ്തതിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് 400 and 475 എന്ന് പറയുന്ന ഒരു സ്വിംഗ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, പക്ഷേ ഇതൊരു സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് ആയിട്ട് ഇനി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്മോൾ ക്യാപ് ഷെയർ ആണ്. ഈവൻ ദോ അതിൽ സ്വിംഗ് ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ 400 and 475 അതല്ല ഒരു വലിയൊരു മൊമെന്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ 475 അപ്പോൾ വിത്ത് ഗുഡ് വോളിയംസ് അതോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നോക്കാവുന്ന പോസിറ്റീവ് സൈഡിലേക്ക് നോക്കാവുന്നതാണ്. ഒരു ഗുഡ് മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. മുമ്പ് 600 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്സ് ആണ്. സോ ആ ലെവലിലേക്ക് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല.
സൂര്യ സാർ, ഇന്നിപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല സെക്ടേഴ്സിലും വളരെ പെക്യുലർ ആയിട്ടുള്ള പല മൂവ്മെൻറ്റ്സും പല അനൗൺസ്മെൻറ്റ്സും ഒക്കെ നടക്കുന്നുണ്ട്. ഇൻഷുറൻസ് സെക്ടറിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ഏറ്റവും അധികം അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെഗ്മെൻ്റ് ആയിട്ടാണ് ഇൻഷുറൻസിനെ കാണുന്നത്. ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് LIC എന്ന് പറയുന്നത്. LICയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കൂടി LIC കടക്കുന്നു എന്ന് തന്നെ. കാരണം LIC സംബന്ധിച്ച് പറയും ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു നെറ്റ്വർക്ക് ഉള്ളതും അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ ഒരു അധികാരം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന കമ്പനിയാണ്. ആ ഒരു LIC ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കൂടി കടക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് LICയുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തന്ത്രത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അനില, LICക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ അഹല്യ, നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, അനീഷിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. കാര്യം ഈ അനീഷിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. കാര്യം നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രേഡിങ്ങിന് പറ്റിയ ഒരു സിസ്റ്റമേ അല്ല CMS ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ ഞാനിത് പ്രേക്ഷകരെ അറിവിലും കൂടെ പറയുന്നത്, സാധാരണ നമ്മുടെ പ്രേക്ഷകരെ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു മീഡിയ എന്നുള്ള രീതിയിൽ നമുക്ക് പരിമിതികളുണ്ട്. നമുക്കൊരു സ്റ്റോക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഒരു അക്കാഡമിക് പർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ബട്ട് തീർച്ചയായിട്ടും ഒരു അഹല്യ ഫിൻഫോറക്സ് പോലെയുള്ള ഒരു കമ്പനികളോ അല്ലെങ്കിൽ അനീഷിനെ പോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറോ റിസർച്ച് അനലിസ്റ്റോ ഒക്കെ വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ലൊരു ക്ലാരിറ്റി അവർക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മൈഫിൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഇൻഫർമേഷനെ നമുക്ക് അവിടെയുണ്ട്, ആ ഇൻഫർമേഷൻ എയറിലുണ്ട്. ആ ഇൻഫർമേഷനെ ഒരു ആക്ഷനബിൾ ഐഡിയ ആയിട്ട് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൈഫിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ ഇന്നെടുത്തത് ആക്സിസ് ബാങ്കിൻ്റെ ന്യൂസിൽ നിന്ന് നമ്മുടെ റിസർച്ച് ഡെസ്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അവിടുന്ന് ഒരു കമ്പനിക്ക്, ഏത് കമ്പനിക്ക് ദോഷകരം, ഏത് കമ്പനിക്ക് നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ന്യൂസിനെ ഡിസിഫർ ചെയ്തെടുക്കുകയും അത് നമ്മൾ അനീഷിനെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അനലിസ്റ്റിന് അത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയുക. അനീഷ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ടെടുത്ത് പോകേണ്ടത്. അതായിരിക്കും ആധികാരികമായിട്ട് ഒരു ഇൻഫർമേഷൻ. ഞങ്ങൾ ഇവിടുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നും എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ളതും വളരെ ക്ലാസ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ് അനീഷ് എന്നുള്ളത് സ്വമേധയാ ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളത് ഇതിൻ്റെ കൂടെ. രണ്ടാമത്, ഇനി LICയുടെ കാര്യത്തിൽ അനിൽ എൻ്റെ അടുത്ത് ചോദിച്ചത്, നമ്മൾ ഇന്നലെയും സംസാരിച്ചു, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്കല്ലേ അവർ കിടക്കണമെന്ന്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ അണ്ടർ പെനിട്രേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോപ്പുലേഷനിൽ, അതായത് 145 കോടി ജനങ്ങളിൽ 37% മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. 37% ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കണം. ഈ ഇൻഷുറൻസിൽ തന്നെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ടെങ്കിലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു 6 or 7 ഉള്ളൂ. ഇപ്പോൾ എനിക്ക് നാരായൺ കാർത്തിക് എനിക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹെൽത്ത്, നിവ ബൂപ്പ, കെയർ ഹെൽത്ത്, ആദിത്യ ബിർള, മണിപ്പാൽ സിഗ്ന, നാരായണ, ഗാലക്സി എന്നിങ്ങനെ 7 സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആണ് ഇന്ത്യയിലുള്ളത്. LIC തീർച്ചയായിട്ടും അവരെ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് മാറി തന്നെ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കൂടെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോകുന്നത് സ്വാഭാവികം, വളരെ നാച്ചുറൽ ആണ്. LIC എന്തുകൊണ്ട് എത്തണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നറിയാം. കാര്യം LIC ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ എത്രയോ ലാർജ് അഡ്രസ്സബിൾ ഓപ്പർച്യൂണിറ്റി ഉള്ള ഇൻഡസ്ട്രിയാണ്. 37% അതിന്റെ പെനിട്രേഷൻ നടന്നിട്ടുള്ളൂ. എന്തോരം അവിടെ എത്താനുണ്ട്. ഈ എത്ര പൊട്ടൻഷ്യൽ. LIC എന്നെ ലിസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു 949 റുപ്പീസിന് എങ്ങാണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 764 രൂപയാണ് അല്ലേ. LICയുടെ വില 764 രൂപ എങ്ങാണ്ടാണ്. ഞാൻ ഈ 2023 IRDയുടെ കണക്കാണ് 37% പെനിട്രേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ LIC ഇതിനകത്ത് ഇറങ്ങുന്നതുകൊണ്ടുള്ള ഒരു ഗുണം ശരിക്കും പറഞ്ഞാൽ LIC എന്ന് പറയുന്ന ബിസിനസ്സോ LICയുടെ സ്റ്റോക്കിന് മാത്രമല്ല, അതവിടെ ഇരിക്കട്ടെ, ഇതൊരു അഡ്വൈസ് അല്ല നമ്മൾ പറയുന്നത്. അതിനകത്തുള്ള ഏറ്റവും ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ, ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രോബ്ലംസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കും. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഒന്ന്, അത് ലോ പെനിട്രേഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ ലോ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനീസിനൊന്നും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സാധാരണ റൂറൽ ഏരിയയിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു അവയർനെസ്. അപ്പോൾ ഈ LIC പോലത്തെ ഒരു കമ്പനി അതിനകത്ത് ഇറങ്ങുമ്പോൾ ഈ LIC നൂക്ക് ആൻഡ് കോർണറിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ലാർജർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് കൂടി നമ്മളൊരു സ്റ്റോക്ക് മാത്രമല്ല
നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം കൂടെ ആയിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ. ബ്രാൻഡ് നെയിം തന്നെ വലിയൊരു പോസിറ്റീവ് ആയിട്ട് അബ്സല്യൂട്ട്ലി. അപ്പൊ ആ ലോ പെനിട്രേഷൻ തന്നെയാണ് ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്താ? അഫോർഡബിലിറ്റി. പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്ന് തീർച്ചയായിട്ടും അത് ഫോറിൻ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് ഒരു ടൈപ്പോ ജോയിന്റ് വെഞ്ചേഴ്സോ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രോഡക്റ്റിന്റെ വില കൂടും. LIC അതിലേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരന്റെ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിനൊരു അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിലും ഒരു ടിക്ക് മാർക്കായി. മൂന്നാമതുള്ളത് റൈസിംഗ് ഹെൽത്ത് കെയർ കോസ്റ്റ്. അവിടെ LICക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് കെയർ കോസ്റ്റിന് ഗവൺമെന്റിനും ഹോസ്പിറ്റലുകൾക്കും മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആശ്വസിക്കാം, അതായത് ഗവൺമെന്റ് അവരെ ഹെൽത്ത് പ്ലാനുകളായിട്ട് മുന്നോട്ട് പോയി അവിടുന്ന് ഇപ്പൊ ഈ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്ററിന്റെ ഒരു പുതിയ സ്കീമൊക്കെ വന്നിട്ടുണ്ട്. ആ ഹെൽത്ത് കെയർ കോസ്റ്റിലാണ് നമ്മൾ ഇനി ഗവൺമെന്റ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത കാര്യം. പിന്നെ ഈ ക്ലെയിംസ് പ്രോസസ്സിംഗിൽ വളരെ പുറകിലാണ് ഇന്ത്യ. അതിപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ പല കമ്പനികൾ, അത് പ്രൈവറ്റ് ആയാലും ശരി, ഗവൺമെന്റ് റൺ സ്ഥാപനം PSU ആണെങ്കിലും, നമ്മളൊരു ക്ലെയിമിന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഓരോ പ്രോബ്ലംസ്, അത് മാത്രമല്ല ചില ഹോസ്പിറ്റൽസിന്റെ മാൽ പ്രാക്ടീസസ് കാരണം നല്ല ഹോസ്പിറ്റലുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അവിടെ IRDA കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താ പറയുക, ഈ ഗ്രീവൻസ് അഡ്രസ്സിൽ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ നമ്മളൊരു ക്ലെയിംസ് കൊടുത്തു, അതിനെ അഡ്രസ്സ് ചെയ്യണം എങ്ങനെ, അക്കാര്യത്തിലും ഇവിടെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ റൂറലിലേക്ക് ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഈ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യും എന്നുള്ളത്. ഇതൊക്കെ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മിസ്സെല്ലിംഗ്. അതായത് ഇപ്പൊ യുലിപ്പ് പോലത്തെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ പല പ്രോഡക്റ്റുകളെയും മിസ്സെല്ല് ചെയ്ത് അതിന്റെ കമ്മീഷൻസ് മറച്ചു വെച്ച് ഒരു സുതാര്യതയില്ലാതെ, ട്രാൻസ്പെറൻസി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു റെവല്യൂഷൻ വരേണ്ടിയിരിക്കണം. ഈ 37% ഒന്നും പോരാ നമുക്ക്. ഓക്കെ, ബാക്കിയുള്ള ഗ്യാപ്പ് ഗവൺമെന്റ് അതിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ പല സ്കീംസ് കാരണോ അല്ലെങ്കിൽ ഇപ്പൊ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ഒരു സ്കീമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലാർജർ ഓഡിയൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് പെനിട്രേഷന്റെ ഇനിയും ആവശ്യമുണ്ട്. ലാർജർ സ്കോപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ LIC പോലെ ഒരു കമ്പനി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഈ ഒരു ബിസിനസ്സും സ്റ്റോക്സും ഒക്കെ എപ്പോഴും ആണല്ലോ നമ്മുടെ കണ്ണിൽ വരുന്നത്. ആ കണ്ണിൽ മാത്രം കൂടാതെ തന്നെ കൂടുതൽ പേര് ഇൻഷുറൻസ് എന്താ പറയുക, ഒരു പരിരക്ഷയുടെ കീഴിലേക്ക് വരിക എന്നുള്ള ഒരു നാഷണൽ ദൗത്യം കൂടെ, ഒരു മിഷനും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. LICയുടെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അനീഷ് സാറിലേക്ക് വരികയാണെങ്കിൽ, സർ ഇപ്പോൾ LICയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്തയോട് വളരെ പോസിറ്റീവായിട്ടാണ് നിക്ഷേപകർ റിയാക്ട് ചെയ്തിരിക്കുന്നത്. 1.5% ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ LICയുടെ ഒരു ചാർട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു ജൂലൈക്ക് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓഫ് നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ് LIC എന്ന് പറയുന്നത്. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് LIC അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് മേഖല പല കമ്പനികളിലും വലിയ തോതിലുള്ള ഒരു ലാഭം കൊയ്തപ്പോൾ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നൊരു ഓഹരിയാണ് LICയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാക്കിയുള്ള കമ്പനികളെ കാണുന്നത് പോലെ LICയെ കാണുന്നത് അതൊരു ഗവൺമെന്റ് കൊണ്ടാണ്, ഇപ്പോഴും പൂർണ്ണമായും ഗവൺമെന്റിൽ തന്നെയാണ്. അതുകൊണ്ടുള്ള ഒരു വാല്യുവേഷനിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന വാല്യുവേഷനിൽ ഒരു ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നമ്മളല്ലെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻവെസ്റ്റേഴ്സും ബാക്കിയുള്ള ആളുകളും അതിലൊരു ചെറിയ ഡിസ്കൗണ്ട് കാണുക തന്നെ ചെയ്യും. ദെൻ ഒരു കാര്യം, ഇതിലെ ടെക്നിക്കലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് LIC വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. പക്ഷേ ഇവിടെ നമ്മൾ പെനിട്രേഷനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അത് പറയുകയാണ്. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ ആളുകൾ നമ്മൾ കവറേജിലേക്ക് വരിക എന്നാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസിലായാലും മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഒരാള് അല്ലെങ്കിൽ ഒരു മാസ് ആളുകൾ, അത് 100 ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് നമുക്ക് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമ്മൾ ഒരു കസ്റ്റമേഴ്സിനാണ് ഞാൻ പറയുന്നത്, ഓരോ ആളുകളും അത് ഹെൽത്ത് ഇൻഷുറൻസ് കവറിലേക്ക് വരുന്ന അവരുടെ പരിരക്ഷയോടൊപ്പം തന്നെ നമുക്ക് കോസ്റ്റ് അതിൽ കുറയാനുള്ള ഒരു ചാൻസസും കൂടെ ഉണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ വരികയാണെങ്കിൽ കോസ്റ്റ് അതിനനുസരിച്ചിട്ട് കുറഞ്ഞിരിക്കും. LIC വരുമ്പോൾ തീർച്ചയായിട്ടും മാസ് ആളുകളിലേക്ക് അത് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം LIC പറയുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. അവർ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ലോൺ കമ്പനീസുമായിട്ട് ടൈപ്പോ അല്ലെങ്കിൽ ഏറ്റെടുക്കലോ ഒക്കെ ആയിരിക്കും ഇതിനുള്ള ഒരു പൊതുവിധി. കാരണം ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ ചർച്ച നടത്തുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് മറ്റുള്ള കമ്പനികളിലും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഏറ്റെടുക്കുന്നത്. ഇനി നമുക്ക് LICയിലേക്ക് പോവാം, LICയുടെ ചാർട്ടിലേക്ക് പോവാം. അല്ല പറഞ്ഞതുപോലെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് താഴോട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്.
1150 ശേഷം അത് തീർച്ചയായിട്ടും താഴോട്ട് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഒരു ചെറിയ ചെറിയ പോസിറ്റീവ് മൂവ്മെന്റ്സുകൾ അതിൽ വരുന്നുണ്ട്. ബട്ട് അഗെയിൻ ഞാൻ പറയുന്നത് ഇതൊരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് വെയിറ്റ് ചെയ്യുകയാണ് നല്ലത്. നമ്മൾ കാണുന്നത് ഒരു 700 ലെവൽസിൽ നേരത്തെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു 700 ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം അത് ഒരു ടോപ്പിലേക്ക് വന്നു. അത് ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ടെക്നിക്കൽ ടൈമിലാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത്. ഈ ഡബിൾ ടോപ്പിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഒരു 770 780 ലെവൽ എന്ന് പറയുന്നത് ഡബിൾ ടോപ്പിന്റെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ആ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് എന്ന് പറയാം. തന്നെ നമുക്ക് 840 850 ലെവലിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇപ്പോഴൊരു ഡബിൾ ടോപ്പിന്റെ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലാണ്. കുറച്ച് വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കാവുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്ന സ്റ്റോക്സ് ആണ്. again നമുക്കൊരു വലിയ ട്രെൻഡ് റിവേഴ്സൽ എന്ന് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് കഴിയില്ല. കാരണം വോളിയം വളരെ ലോവിലാണ്. ഇപ്പോഴത്തെ വോളിയം എന്ന് പറയുന്ന ആവറേജ് വോളിയത്തിന്റെ വളരെ കുറവ് വോളിയം മാത്രമാണുള്ളത്. again ചിലപ്പോൾ 700 ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കൂടുതൽ മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി ഏതായാലും നമ്മളുടെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സൂരജ് സാറിലേക്ക് വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് പൈഫിൻ എന്ന പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്ക് ഫാക്ട്സും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.